നിശ്ചയിച്ചത്. അപ്പൊ ഓരോ നാട്ടിലും ഉദയസ്ഥാനങ്ങളും അധിസ്തമയ സ്ഥാനങ്ങളും ഉദയ സമയങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അത് സത്യമാണ്. അതുകൊണ്ട് ആ ഉദയാസ്തമയ വ്യത്യാസങ്ങളെ പരിഗണിക്കുക. ഏത് നാട്ടിൽ ഒരേ സമയത്ത് ഉദയമുണ്ടോ ആ നാട്ടിലേക്ക് ആ സമയത്ത് കണ്ടാൽ സ്വീകരിക്കാം. അപ്പുറത്തെ നാട്ടിൽ വളരെ ഉദയ സമയമായിരിക്കും, അപ്പൊ അവിടെ കണ്ടാൽ ഒരിക്കൽ സ്വീകരിക്കാം. അതാണ് ഒരഭിപ്രായം. ഇതാണ് ലോകത്തെ ഭൂരിപക്ഷാഭിപ്രായം. ലോകത്തെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതാണ്. ഓരോ നാട്ടിലും ഓരോ കാഴ്ച. കഴിഞ്ഞ വോയിസിൽ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് എന്താണ്? ഓരോ നാട്ടുകാർക്കും അവരുടെ കാഴ്ചയാണ് ഉള്ളത്. അതാണ് സൂമൂലി റുയ്യത്തി വഫ്തിറുൽ റുയ്യത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് ഓരോ നാട്ടുകാരും അവരുടെ കാഴ്ച അനുസരിച്ച് പോവുക എന്നതാണ് നിലപാട്. അതാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഭൂരിപക്ഷ അഭിപ്രായം അതല്ല എന്നാണ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. അപ്പം ഞാൻ മുകളിൽ പോസ്റ്റിട്ടുള്ളത് നിങ്ങൾ നോക്കുക. അൽ ഫിഖ്ഹു അലൽ മദാഹിബിൽ അർബ എന്ന് പറയുന്ന ഗ്രന്ഥം അബ്ദുറഹ്മാനുൽ ജുസൈരിയാണ് അത് എഴുതിയിട്ടുള്ളത്. അതായത് മാലിക്കി, ഷാഫി, ഹനഫി, മാലിക്കി, ഷാഫി, ഹനഫി, ഹനാബില ഈ 4 മദ്ഹബുകൾക്ക് ഓരോരോ വിഷയത്തിലുള്ള അഭിപ്രായങ്ങളുടെ ക്രോഡീകരണമാണ്. അപ്പോൾ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പൊരുൾ എന്താണെന്നാണ് പറയുന്നത്. ആ ഹെഡിങ്ങൾ വായിക്കുക. ഇദാ സബത്തൽ ഹിലാലു ബി ഖുതുരി മിനൽ അഖ്താർ. വ്യത്യാസത്തിൻ്റെ പൊരുൾ എന്താണെന്നാണ് പറയുന്നത്. ആ ഹെഡിങ്ങൾ വായിക്കുക. ഇദാ സബത്തൽ ഹിലാലു ബി ഖുതുരി മിനൽ അഖ്താർ. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഹിലാല് സ്ഥിതപ്പെട്ടാൽ, ഏതെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇദാ സബതത്ത് അൽ ഹിലാലു ബി ഖുത്രിൻ മിനൽ അഖ്താർ, ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹിലാൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ഇദാ സബതത്ത് റുയത്തുൽ ഹിലാലി, ഹിലാൽ ദൃശ്യമായി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ ബി ഖുത്രിൻ മിനൽ അഖ്താർ, ഏതെങ്കിലും ഒരു പ്രദേശത്ത് അങ്ങനെ ഉണ്ടായി എന്ന് സ്ഥിരപ്പെട്ടാൽ വജബ സൗമു, നോമ്പ് നിർബന്ധമായി അലാ സായിരിൽ അഖ്താർ, മറ്റുള്ള പ്രദേശക്കാർക്കൊക്കെ. ഒരു പ്രദേശത്ത് ഹിലാൽ ദൃശ്യമായി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ ആ കാഴ്ച മറ്റുള്ള നാടുകൾക്കും ബാധകമായി, നിർബന്ധമായി. ഇപ്പോൾ കേരളത്തിൽ കണ്ടാൽ കേരളക്കാർക്ക് മാത്രമെന്നല്ല, കേരളത്തിൽ കണ്ടാൽ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടുകാർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ആ വിവരം എവിടെയൊക്കെയാണ് എത്തുന്നത് അവർക്കൊക്കെ ബാധകമായി. അതാണ് ഇവിടെ പറയുന്നത്. ലാ ഫർഖ ബൈനൽ ഖരീബി മിൻ ജിഹത്തി സുബൂതി വൽ ബഈദി. അത് ദൃശ്യമായ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലങ്ങളെന്നോ അകന്ന സ്ഥലങ്ങളെന്നോ വ്യത്യാസമില്ല. ദൂരമുള്ള സ്ഥലമാണോ പറ്റൂല, അടുത്ത സ്ഥലമാണെങ്കിൽ പറ്റും എന്ന് വ്യത്യാസമില്ല. അകലെ അടുത്തത് എന്ന വ്യത്യാസമില്ലാതെ ആർക്കാണോ ആ വിവരം എത്തുന്നത്, ഇദാ ബലഗഹും മിൻ ത്വരീഖിൻ മൂജിബിൽ ലിസ്സൗമി, ആ സൗമ് നോമ്പ് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ ആ സംഗതി, ആ വിവരം ആർക്കൊക്കെയാണോ എത്തുന്നത് അവർക്കൊക്കെ. അപ്പോൾ എത്തുന്നവർ എത്താത്തവരുണ്ടാവുക സ്വാഭാവികമാണ്. ആർക്കൊക്കെ ആ വിവരം എത്തിയോ ആ എത്തിയവർക്കൊക്കെ അത് ബാധകമായി, നോമ്പ് നിർബന്ധമായി. വല ഇബ്റത ബി ഇഖ്തിലാഫി മത്ലഇൽ ഹിലാലി മുത്ലഖാ. ഇവിടെ ചന്ദ്രൻ്റെ ഉദയാസ്തമയ വ്യത്യാസം അഥവാ മത്ലഉൽ ഹിലാൽ, ഹിലാൽ ഉദിക്കുന്ന സ്ഥലങ്ങൾ, അതാണ് ഇപ്പോൾ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്. ഉദയാസ്തമനങ്ങൾ വ്യത്യാസമാണ്. സൂര്യൻ്റെ ഉദയാസ്തമനങ്ങൾ വ്യത്യാസമായതുപോലെ ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങൾ വ്യത്യാസമാണ്. അതുകൊണ്ട് ഓരോ നാട്ടുകാർക്കും ഓരോ കാഴ്ചയുണ്ട് എന്ന വാദമാണല്ലോ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ പറയുന്നത് വല ഇബ്റത ബി ഇഖ്തിലാഫി മത്ലഇൽ ഹിലാൽ, ഹിലാലിൻ്റെ ഉദയസ്ഥാനങ്ങളുടെ വ്യത്യാസങ്ങൾ ഇവിടെ പരിഗണിക്കേണ്ടതില്ല. മുത്ലഖൻ, നിരുപാധികം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്നിട്ട് പറയുന്നു ഇൻദ സലാസത്തി മിനൽ അയിമ്മത്തി, 4 മദ്ഹബിൻ്റെ 3 അയിമ്മത്തിൻ്റെ അടുക്കലും ഇതാ നിലപാട്. കണ്ടാ, 4 മദ്ഹബാ, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഇതിൽ 3 അയിമ്മത്തിനും ഉള്ള നിലപാട് ഒന്നാണ്, ഒരേ നിലപാടാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൃശ്യമായാൽ ആ വിവരം ആർക്കൊക്കെയാണോ എത്തുന്നത് അവർക്കൊക്കെ നോമ്പ് നിർബന്ധമായി. അവിടെ മത്ലഇൻ്റെ വ്യത്യാസമല്ല, ഹിലാൽ ഉദിക്കുന്ന സ്ഥാനങ്ങളുടെ വ്യത്യാസങ്ങൾ പരിഗണിക്കേണ്ടതില്ല. ആ വിവരം ആർക്കെത്തിയോ അവർക്കൊക്കെ അത് ബാധകമായി, നിർബന്ധമായി എന്നതാണ്
4 ഇമാമിങ്ങളിൽ 3 ഇമാമിങ്ങളുടെയും നിലപാട്. വഖാലഫ ഷാഫിഇയ്യ, ഷാഫിയാക്കളിൽ നിന്ന് വ്യത്യസ്തമായി. ഇപ്പം ഷാഫിയാക്കൾക്ക് വേറെ അഭിപ്രായമുണ്ട്, മനസ്സിലായില്ലേ? 4 അയിമത്തുകളിൽ 3 കൂട്ടർക്ക് ഒരേ അഭിപ്രായവും ഷാഫിയാക്കൾക്ക് വേറെ ഒരു അഭിപ്രായവുമാണ്. എന്നിട്ട് പറയാം ഫൻദുർ മദ്ഹബു തഹ്തൽ ഖത്തി, താഴെ വരയിൽ വരച്ചിട്ടുള്ളതിൻ്റെ താഴെ ഷാഫിയാക്കളുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് വായിച്ചരാം. എന്താ ഷാഫിയാക്കളുടെ നിലപാട്? അശ്ശാഫിഇയ്യത്തു ഖാലു, ഷാഫിയാക്കൾ പറഞ്ഞു, ഇദാ സബതത് റുഅ്യത്തുൽ ഹിലാലി ഫീ ജിഹത്തിൻ ബിജിഹത്തിൻ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹിലാൽ ദൃശ്യമായതായി സ്ഥിരീകരിക്കപ്പെട്ടാൽ, വജബ അല അഹ്ലിൽ ജിഹത്തിൽ ഖരീബത്തി മിൻഹ, ആ എവിടെയാണോ കണ്ടത് ആ കണ്ട സ്ഥലത്തിനോട് അടുത്തുള്ള പ്രദേശക്കാർക്ക് അത് ബാധകമായി. വജബ അല അഹ്ലിൽ ജിഹത്തിൽ ഖരീബത്തി മിൻഹ മിൻ കുല്ലി നാഹിയത്തിൻ, എല്ലാ ഭാഗത്തും അതിനോട് അടുത്തുള്ള എല്ലാ ഭാഗത്തുള്ളവർക്ക് അത് ബാധകമായി. അയ്യസൂമു ബിനാഅൻ അലാ ഹാദ തുബൂതി, ഇങ്ങനെ ഹിലാൽ ദൃശ്യമായിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കൽ അതിനോട് അടുത്ത പ്രദേശക്കാർക്കൊക്കെ നിർബന്ധമായി. വൽ ഖരീബു യഹ്സുലു ബി ഇത്തിഹാദിൽ മത്ലഇ, അപ്പോൾ അടുത്തതാണ് അകന്നതാണെന്ന് എങ്ങനെ തീരുമാനിക്കുക? അടുത്തതാണെന്ന് തീരുമാനിക്കണമെങ്കിൽ യഹ്സുൽ ബി ഇത്തിഹാദിൽ മത്ലഇ യോജിക്കുക, അഥവാ ഹുദയസ്ഥാനങ്ങൾ യോജിക്കുക. ഇതാണ് ഷാഫിയാക്കൾ പറയുന്നത്. അതായത് ഫൈസൽ മുസ്ലിയാർ നേരത്തെ പറഞ്ഞല്ലോ മത്ലഇ വ്യത്യാസം ഉണ്ടെന്ന്. ആ മത്ലഇൻ്റെ വ്യത്യാസം, മത്ലഇൻ്റെ ഏകീകരണം ഉണ്ടാവുക എന്നതാണ് എന്ത്? അടുത്ത സ്ഥലം. അതായത് ഒരു മത്ലഇലുള്ളവർക്കേ അത് ബാധകാവും. ബിഅൻ യകൂന ബൈനഹു അഖല്ലു മിൻ 24 ഫർസഖൻ, അതായത് ഈ അകലെയുള്ള നാട് അടുത്തുള്ള നാട് എന്ന് വ്യത്യാസപ്പെടുത്താൻ എന്താണ് ഒരു ഉപാധി പറഞ്ഞത്? അവ തമ്മിൽ 24 ഫർസഖ്, 24 ഫർസഖ് ദൂരം ഉണ്ടാകണം. അപ്പോൾ 24 ഫർസഖ് ദൂരത്തിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലങ്ങൾ തഹദീദൻ, അത് നിർണ്ണയിക്കുമ്പോൾ അതിനിടയിൽ വരുന്ന സ്ഥലങ്ങളൊക്കെ എന്തായി? ഒരു മത്ലഇൻ്റെ സ്ഥാനത്ത് വന്നു. ശരിക്കും ശ്രദ്ധിക്കണം. 24 ഫർസഖ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരളവാണ്. ഷാഫിയാക്കളുടെ പഴയ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരളവാണ് ഈ ഫർസഖ് എന്ന് പറഞ്ഞത്. നമ്മൾ മൈല് പിന്നെ കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഇത്രയും ഉള്ള ഒരു 24 ഫർസഖ് ദൂരപരിധിയുള്ള സ്ഥലങ്ങളൊക്കെ എന്തായി? ഒരു മത്ലഇൻ്റെ കീഴിലായി. ആ മത്ലയിൽ ഉള്ളവർക്കേ ഒരു റുയ്യത്ത് ബാധകമാവുകയുള്ളൂ. അമ്മ അഹ്ലുൽ ജിഹത്തിൽ ബഈദ, എന്നാൽ അകലെയുള്ള നാട്ടുകാരാണെങ്കിലോ ഫലാ യജിബു അലൈഹിം സൗമു ബിഹാദിഹി റുയ്യതി, ഈ പറയുന്ന കാഴ്ച കൊണ്ട് അവർക്ക് നോമ്പ് നിർബന്ധമാകൂല. ലിഖ്തിലാഫിൽ മത്ലഇ വ്യത്യാസപ്പെട്ടത് കൊണ്ട്. കണ്ടോ? അപ്പോൾ ഇതല്ല ഭൂരിപക്ഷ അഭിപ്രായം. ഇത് ഷാഫിയാക്കളുടെ അഭിപ്രായമാണ്. എന്നാൽ ഹനഫി, മാലിക്കി, ഹംബലി ഈ പറയുന്ന 3 മദ്ഹബുകളിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളത്. അഥവാ ഈ പറയുന്ന ഇഖ്തിലാഫുൽ മത്താലി പരിഗണിക്കേണ്ടതില്ല. ഒരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ ആ വിവരം ആർക്കൊക്കെയാണോ എത്തുന്നത് അവർക്കൊക്കെ നോമ്പ് നിർബന്ധമായി എന്ന നിലപാടാണുള്ളത്. അതാണ് ഭൂരിപക്ഷ അഭിപ്രായം. അപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായത്തെ ന്യൂനപക്ഷമാക്കുകയും ന്യൂനപക്ഷ അഭിപ്രായത്തെ ഭൂരിപക്ഷമാക്കുകയും ചെയ്യുക എന്ന ഒരട്ടിമറി ഫൈസൽ മുസ്ലിയാർ ഇവിടെ നടത്തിയത് ബോധപൂർവമാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ അദ്ദേഹം കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിലിപ്പോൾ മഹാഭൂരിപക്ഷം ആളുകൾ ഇവിടുത്തെ സമസ്തക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ, ഓലൊക്കെയാണ് കൂടുതലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ ഭൂരിപക്ഷം ആളുകളും അതാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞതെന്ന് അറിയില്ല. ഏതായാലും ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഭൂരിപക്ഷ അഭിപ്രായം ആദ്യം പറഞ്ഞതാണ്. ഒരൊറ്റ ഹിലാല് ഒറ്റ കാഴ്ച കൊണ്ട് ലോകത്തെല്ലാവർക്കും അത് കിട്ടുന്നവരായ ആളുകൾക്ക് മുഴുവനും നോമ്പും പെരുന്നാളും നിർബന്ധമാകും എന്ന നിലപാടാണ്.